ഒരു അമല് നമ്മുടെ കയ്യിൽ നമുക്കുള്ളിൻ്റെ ഉള്ളിൽ ഒരു പറയാൻ പറ്റുന്ന എന്തെങ്കിലും വേണം. എപ്പോഴെങ്കിലൊക്കെ ജീവിതത്തിൽ കുടുങ്ങുന്ന ഘട്ടമൊക്കെ വരും. പെട്ടെന്ന് നമുക്കെതിരെ എന്തോ ഒരു ആരോപണം വന്നു, മഹല്ലിൽ എന്തോ ഒരു പ്രശ്നം വന്നു, ഗ്രൂപ്പിലൊക്കെ ചർച്ചയായി, അല്ലെങ്കിൽ ഭാര്യ പ്രസവത്തിന് കയറിയപ്പോൾ എന്തെല്ലോ ഡോക്ടർമാർ പറയുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നം, ആകെ കുടുങ്ങിയ ഘട്ടത്തിൽ അന്നേ നമുക്ക് തവസ്സുലാക്കാൻ പറ്റിയ എന്തെങ്കിലും എന്നേരം ചിലപ്പോൾ ചെയ്യാൻ കഴിയൂല. ആ ബേജാറിൽ അന്നേരം മുമ്പിൽ വെക്കാൻ പറ്റിയ ഒരു അമല് നമ്മളൊക്കെ, റബ്ബേ ഞാൻ റവാത്തിബ് പഠനകാലം മുതൽ ഒഴിവാക്കലില്ല. ഇല്ലല്ലോ, എനിക്കറിയാലോ. അത് മുന്നിൽ അതങ്ങനെ തന്നെ. ആ ഗുഹയിൽ കുടുങ്ങിയ 3 ആൾക്കാർക്ക് അന്നേരം ഓർക്കൊന്നും എന്താ ചെയ്യല്? അന്നേരം അവർ ദ്വാരുന്നു, നമ്മൾ ആ പണ്ട് ചെയ്ത നന്മ. അന്നേരാണ് പാറ ഒറ്റ പോക്കുപോയത്. ആ പാറനെ നീക്കാൻ മാത്രം ശക്തിയുണ്ട് അല്ല അമാല് സ്വാലിഹക്ക്. അങ്ങനെ തവസ്സുൽ ചെയ്യാൻ പറ്റുന്ന അമല് നമ്മുടെ കയ്യിൽ എന്താ ഉണ്ടാവുക? അല്ലെങ്കിലും അലിമീങ്ങൾക്ക് അങ്ങനെ സ്വന്തം ഉണ്ടാവില്ല, സുന്നത്താന്ന് ഷാഫിമാ പഠിപ്പിച്ചിട്ടില്ലേ? ആരും അറിയാത്തത് പ്രത്യേകിച്ചും ഉണ്ടാവണം നമുക്ക് സ്വന്തമായിട്ട്, ആരും അറിയാത്തത്. ബിലാൽ റളിയല്ലാഹുവിന് ഉള്ളതുപോലെ എന്നാ ബുഖാരിന്റെ ഇബ്നു ബത്വാല് പറയണത്. എന്താ ബിലാലെ, നിന്നെയാണെന്നല്ലേ സ്വർഗത്തിൽ കണ്ടത്, നിന്റെ കാൽപെരുമാറ്റം, നീ എങ്ങനെയാ അവിടെ എത്തിയത് ബിലാൽ? അത് എപ്പം വുളു എടുത്താൽ വുളുവിന്റെ 2 റക്അത്ത് സുന്നത്ത്. ഇതിന്റെ വ്യാഖ്യാനം നോക്കി ഇബ്നു ബത്വാലില് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും അറിയാത്ത രീതിയിൽ ഒളിപ്പിക്കാനാണ് ബിലാൽ റളിയല്ലാഹു ശ്രമിക്കുന്നത്. ഒരു ഇബാദത്ത് ചിപ്പിക്കകത്ത മുത്തുപോലത്തെ ഒരു